നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. നെയ്യാറ്റിങ്കര ചെമ്പരത്തി സ്വദേശി ആണ് പരാക്രമം നടത്തിയത്. ഇന്നലെ രാത്രി 12:00 സംഭവം. താമസ സ്ഥലത്തിന് സമീപമുള്ള 3 യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. പ്രതി അനീഷിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അരുൺമോഹൻ ചേരുന്നുണ്ട് നെയ്യാറ്റിങ്കരയിൽ നിന്നും വിവരങ്ങളുമായി. അരുൺമോഹൻ, ഒരു കെട്ടുകഥയാണോ ഇത്? ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിയുള്ള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത്. തുടർന്ന് സമീപത്തുള്ള 3 യുവാക്കളെ ഇയാൾ അകാരണമായി മർദ്ദിച്ചു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു, കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ അക്രമാസക്തനായതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ലാസ്റ്റ് ഇതിന്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. കാരണം ഇത് ആദ്യമായാണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. ഇനി മദ്യലഹരിയിലാണോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചതിനുള്ള അതാണോ വൈരാഗ്യമാണോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന യുവാക്കളുടെ വാഹനങ്ങൾ 3 വാഹനങ്ങൾ ബൈക്ക് കേടുപാട് വരുത്തി ഈ പറയുന്ന 3 പേരുടെ നേർക്ക് ഇദ്ദേഹം ആക്രമണം നടത്തുകയും ചെയ്തു ഈ അനീഷ്. എന്തായാലും നെയ്യാറ്റിങ്കര പോലീസ് വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം. പക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണെന്ന്. ഈ ആക്രമണത്തിന് ഇരകളായ യുവാക്കളും ആക്രമണം നടത്തിയ അനീഷും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇവർ പരിസരവാസികളാണ്, അയൽവാസികളാണ്. ഇവർ തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു ഇല്ലെങ്കിലും ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ ഒരു കാര്യമായ ഒരു വിരോധത്തിന്റെ ഒന്നും കിട്ടുന്നില്ല. ഇത് ഇത്തരത്തിൽ ആവുകയായിരുന്നു. രാത്രിയോടുകൂടി 12:00 ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. കാരണം ഇദ്ദേഹത്തിന് അപ്പോഴും വയലന്റ് ആയിരുന്നു. പോലീസ് ബന്ധനസ്ഥനാക്കിയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് മദ്യലഹരി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ അവിടെ തന്നെ ചികിത്സ നൽകി വിടുമായിരുന്നു. ഒരുപക്ഷെ അത് നിയന്ത്രിക്കാൻ അവിടെയുള്ള ഡോക്ടർമാർക്ക് പോലും കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ റെഫർ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മരിച്ച ശേഷവും ഗോപൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, പിന്നീട് സംസ്കരിക്കുന്നു. അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷവും പിന്നീടും ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ്, അത് ഗോപൻ സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു. ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായിട്ടാണ് അനീഷ് എന്ന നെയ്യാറ്റിങ്കര സ്വദേശി അനീഷ് എന്ന യുവാവ് വീടിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള പരാക്രമം നടത്തിയത്. 3 യുവാക്കളെ ആക്രമിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.